സൂപ്പറാണ്. മോഹൻലാൽ മാമന് ഇഷ്ടപ്പെട്ട പറഞ്ഞോ, ഇഷ്ടപ്പെട്ട ഇമോഷണലായിട്ട് കണക്ട് ചെയ്യും നമ്മുടെ സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമോഷണലി നമ്മൾ ഫിലിമിലോട്ട് ആവുന്നു. മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. ഒരു കോർട്ട് റൂം ഡ്രാമ എടുത്ത് ഇത്രയും വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും അടിപൊളിയായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ്. കുറെ നാളായി മോഹൻലാലിന്റെ ഇതേപോലെ അഭിനയം ഉള്ള ഒരു സിനിമ കണ്ടിട്ട് തന്നെ. ഇല്ല, എന്താ പറയാണ്, കൊള്ളാം സിനിമ തന്നെയാണ്. അത്യാവശ്യം നല്ല കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. കൊള്ളാം, നല്ല വൃത്തിയുള്ള സിനിമയാണ്. ഇമോഷണലായിട്ട് കണക്ട് ചെയ്യും നമ്മുടെ സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമോഷണലി നമ്മൾ ഫിലിമിലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാഗൊന്നും നമുക്ക് അടിക്കത്തില്ല, പോകുന്നുണ്ട്. അല്ല, ട്വിസ്റ്റ് ഉണ്ടാവില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പടം തുടങ്ങി 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആരാണ് വില്ലൻ എന്നുള്ള കാര്യം റിവീൽ ആകുമെന്ന് പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പെർഫോമൻസ് ബേസ് അടിപൊളിയാണ്. ഇപ്പം സിദ്ദിഖ് ആയാലും മോഹൻലാൽ ആയാലും അനശ്വര രാജനായാലും ഈ പറഞ്ഞ ജഗദീഷ് ആയാലും കിടിലം പെർഫോമൻസ് സൂപ്പറാണ്. നല്ല പടമാണ്, നല്ല പടം. ഫാമിലിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഴപ്പമില്ല. മോഹൻലാലിന്റെ കുഴപ്പമില്ല, എന്നാലും സിദ്ദിഖാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ വേഷമാണെങ്കിൽ നല്ല സൂപ്പറാണ്. മോഹൻലാൽ മാമന് ഇഷ്ടപ്പെട്ട പറഞ്ഞോ, ഇഷ്ടപ്പെട്ട ബ്രോ നല്ല അടിപൊളി പടം, സൂപ്പർ പടം. കുറെ നാളായി മോഹൻലാലിന്റെ ഇതേപോലെ അഭിനയം ഉള്ള ഒരു സിനിമ കണ്ടിട്ട് തന്നെ. അതുകൊണ്ട് ഇത് നൈസ് പടം, ഒന്നും പറയാനില്ല. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇത് അംഗീകരിക്കും. പെർഫോമൻസ് എല്ലാം മോഹൻലാലും ഉണ്ടായിരുന്നു, സിദ്ദിഖും നൈസ് പെർഫോമൻസ് ആയിരുന്നു. ആ ടൈം സെറ്റായിരുന്നു. ഒരു ഇമോഷണൽ ഡ്രാമ എന്നല്ലേ പറയുന്നത്. ട്വിസ്റ്റ് നല്ല വൃത്തി. ജിത്തു ജോസഫിന്റെ ഏതാണ്ട് തന്നെ നല്ല ട്വിസ്റ്റ് ഉണ്ട്. എൻജോയ്, എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. ഒരു കോർട്ട് റൂം ഡ്രാമ എടുത്ത് സൂപ്പറാണ്. മോഹൻലാൽ മാമന് ഇഷ്ടപ്പെട്ട പറഞ്ഞോ, ഇഷ്ടപ്പെട്ട ഏതാ പെർഫോമൻസ് വൈസ്? നമ്മുടെ അനശ്വര അടിപൊളിയായിരുന്നു, മോഹൻലാൽ അടിപൊളിയായിരുന്നു. തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായും തൃപ്തിപ്പെടുത്തും, ഉറപ്പായിട്ട് തൃപ്തിപ്പെടുത്തും. അടിപൊളി സിനിമയാണ്, അടിപൊളി സിനിമ. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് സാധാരണ എല്ലാവർക്കും ജിത്തു ജോസഫിന്റെ ഒരു ത്രില്ലർ സിനിമ, അടിപൊളി സിനിമ. എൻഡിങ് ഒക്കെ അടിപൊളിയാണ്, പ്രതീക്ഷിക്കാത്ത ഡയറക്ടറിന്റെ ഒരു തിരിച്ചുവരവായിട്ട് കരുതാം. തിരിച്ചുവരവായിട്ടല്ല.